ഉണ്ട്. അവന്മാർക്കൊക്കെ പോയില്ല. ക്യാമറകൾ അങ്ങനെ ഗുണ്ടകളാവാനാണ് മോനെ. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ RK വെഡ്ഡിംഗ് മാൾ കൊല്ലം വിക്രമൊക്കെ വന്നിട്ട് ഭയങ്കര സംഭവമായിട്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. പണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് അടൂര് ഒരു തുണിക്കട്ടയിലുണ്ടായിരുന്ന പോലത്തെ ഏറെക്കുറെ സമാനമായ പ്രശ്നങ്ങൾ ഈ RK വെഡ്ഡിംഗ് മാളിൽ ഉടലെടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ലേബേഴ്സിനെ വെറും അടിമകളായിട്ട് ട്രീറ്റ് ചെയ്തിരിക്കുന്നു എന്നൊരു കാര്യമാണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാൻ കൂടുതലായി അടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. ഈ മുഖം അടക്കി കാണണമെന്നൊരു പറയാൻ മാത്രമേ ഉള്ളൂ. പോപ്പോ സെറ്റാവും, നമ്മൾ വൈബ് സെറ്റാവും. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കണമെങ്കിൽ കൊല്ലത്ത് RK വെഡ്ഡിംഗ് മാൾ ഭയങ്കര സംഭവമായിട്ട് ഉദ്ഘാടനം ചെയ്തിരുന്നു. നമ്മുടെ തമിഴ് നടൻ ചിയാം വിക്രമാണ് വന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. രഞ്ജിനി ഹരിദാസ് ഉണ്ടായിരുന്നു, ദേവസൂര്യ ഉണ്ടായിരുന്നു, ഒത്തിരി പേരുണ്ടായിരുന്നു. അട്ടാർ പോലീസ് ഉണ്ടായിരുന്നു, അടിപൊട്ടുന്നുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് അവർ ഉദ്ഘാടനം ചെയ്തു ജോലിയിലേക്ക് കടന്ന. ഇതൊരു ഫെസ്റ്റിവൽ സീസണിലായിരുന്നു ഇവർ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ഓണം ഫെസ്റ്റിവൽ സീസണിൽ. അപ്പോൾ ഇവർക്ക് കൂടുതൽ സ്റ്റാഫുകളെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ സ്റ്റാഫുകൾ എടുത്തു. അതിൻ്റെ മുമ്പിൽ ഫുള്ള് പാർക്കിംഗ് ഇഷ്യൂസും ട്രാഫിക്കും പ്രശ്നങ്ങളും ആട്ടപ്പാട്ടലെ ബഹളമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇവർ സ്റ്റാഫുകളൊക്കെ എടുത്തു, 100 ഡ്രൈവർമാരെ എടുത്തു, ഒത്തിരി സ്റ്റാഫുകളൊക്കെ ഹയർ ചെയ്തു. അതിനുശേഷം ഇവരുടെ ഈ സീസൺ കഴിഞ്ഞപ്പോഴത്തേനും അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ വേറെ കുറേ കടകൾ വന്നു. യൂസ്റ്റ വന്നു, ഫാസിയോ വന്നു, ഇങ്ങനെ കുറേ ഷോപ്പുകൾ വന്നപ്പോഴത്തേനും സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്തു പോയി. അങ്ങനെ RKയിൽ കയറിയിരുന്ന ആളുകളുടെ എണ്ണം ക്രമാതീതമായി താഴേക്ക് പോയി. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു മുതലാളിക്ക് ഇത്തരം കൂടുതൽ സ്റ്റാഫിനെ കൊണ്ട് നിർത്താൻ പറ്റുമോ? അപ്പോൾ സ്റ്റാഫുകൾക്ക് മിനിമം ആയിട്ടുള്ള ഫെസിലിറ്റീസ് കൊടുത്തു, അല്ലെങ്കിൽ മിനിമം ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ ഉപദ്രവിച്ച് അവരെ കൂടുതൽ ആളുകളെയും പുറത്താക്കി എന്നാണ് നിലവിൽ വന്നിരിക്കുന്ന അലിഗേഷൻ. ഈ അലിഗേഷൻ ഇന്നലെ ചങ്ങാതിക്കൂട്ടം എന്ന് പറഞ്ഞൊരു പേജ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. വർഷമായിട്ട് വേറൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് അവരെയൊക്കെ വലിയ വലിയ തുകകൾ കാണിച്ചിട്ട് വാഗ്ദാനം ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അവസാനം ചവിട്ടി പുറത്താക്കിയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പോലും കഴിയാത്ത അവസ്ഥയിലാണ് അവരിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ജോലിയില്ലാതെ. ഡ്രൈവർ വേണമെന്ന് പറഞ്ഞാൽ 50 ഡ്രൈവർമാർക്ക് പരസ്യം കൊടുത്ത് 50 ഡ്രൈവർമാർക്ക് ഓണം കഴിഞ്ഞപ്പോൾ 50 പേരെയും പറഞ്ഞു വിട്ട്. ഇവിടെ നടക്കുന്ന ഒരു സംഭവങ്ങളും പുറത്തറിയുന്നില്ല. ഇവിടെ HR എന്ന് പറഞ്ഞ ഒരുത്തിയുണ്ട്, അതിനകത്തോട് കയറി അവർക്ക് കംപ്ലൈന്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഇറങ്ങി നിങ്ങളോട് ആരും ഇവിടെ കയറി വരാൻ പറഞ്ഞു. എന്ത് അവകാശം ഉണ്ടെന്നാണ് നിങ്ങൾക്ക് സ്റ്റാഫുകൾക്ക് HR-നടുത്ത് കംപ്ലൈന്റ് പറയാനുള്ള അവകാശം? ഏറ്റവും മുകളിൽ ഗോഡൌണിൽ സ്റ്റാഫിന് തുപ്പാൻ പോലുള്ള സൗകര്യം, ഏറ്റവും മുകളിൽ തുപ്പാൻ പോലുള്ള സൗകര്യം. യൂറിൻ പാസ് ചെയ്യില്ല അവർക്ക്. അവിടെ അവർക്ക് യൂറിൻ പാസ് ചെയ്യാൻ ഇറങ്ങി 4 നില ഇറങ്ങി താഴെ പറഞ്ഞു യൂറിൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ലേഡീസിന് എന്ത് മാത്രം ഒരു ഇരിക്കാൻ സമ്മതിക്കത്തില്ല. ഇരിക്കാൻ ഒരു സുഖമുണ്ടെന്ന് കയറി നോക്കിനകത്ത് ഒരു 5 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ പറ എന്തിനിരിക്കുന്നത്, ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, 5 മിനിറ്റ് ഇരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റുന്ന വയ്യാന്നുണ്ടെങ്കിൽ ജോലി കയറി കഴിഞ്ഞാൽ ഒരു സെക്ഷനിൽ ജോലി കയറി കഴിഞ്ഞാൽ നമ്മളെ ശ്വാസം പിടിച്ച് നിർത്തി നമ്മളെ ശ്വാസം മുട്ടിച്ചാണ് നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്. നമുക്കൊരു സ്വാതന്ത്ര്യം, നമുക്ക് മനസ്സമാധാനത്തിനകത്ത് വന്ന് കയറിയ ജോലി ചെയ്യാനുള്ള ഒരു സമാധാനം നമുക്ക് തരുന്നില്ല. ഇവിടെ ഇരിക്കുന്ന മാനേജർ ആയാലും MD ആയാലും ഇവിടുത്തെ GM ആയാലും ആരായാലും HR-ന്റെ വാക്ക് എന്താണോ അത് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഗോഡൌണിൽ സ്ത്രീകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു ലാഡർ പോലും കൊടുക്കാതെ ഒരു സ്റ്റൂൾ പോലും കിടക്കാതെ ഇത്രയും ചൂടത്ത് അവരെ എടുത്ത് പണിയെടുപ്പിക്കുക അവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ ഇതിനെ വീണ് പോയി കഴിഞ്ഞാൽ ഇല്ല, ഇവിടെ ഇല്ല, കൊണ്ടുപോയില്ല. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കി കഴിഞ്ഞാല് അവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര സ്റ്റാഫിനെ, എത്ര ലേഡി സ്റ്റാഫിനെ ഇവിടുന്ന് ഡിസ്ട്രിക്റ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള. തല കറങ്ങി അവർ ആഹാരം പോലും കഴിക്കാതെ ഒരു ദിവസം അവർ വീട്ടിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. ഹോസ്റ്റലിലെ പിള്ളേരെ രാത്രി 12 മണി വരെ ആയിട്ട് പണിയെടുപ്പിക്കുന്നത്. പിന്നെ അവർ റൂമിലെത്തുമ്പം 2 മണി 3 മണി കുളിച്ച് ഫ്രഷായി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവർ നേരം വെളുക്കും. പിന്നെ അവരടുത്ത യൂണിഫോം എടുത്തിട്ടാണ് ജോലിക്ക് വരും അവിടെ ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള അലിഗേഷൻസ്. ഇതിനകത്ത് പറയുന്നത് എന്താണ്, സ്റ്റാഫുകൾക്ക് വേണ്ട രീതിയിലുള്ള ഫെസിലിറ്റീസ് കിട്ടുന്നില്ല. അവർക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ 4ാമത്തെ നില നിൽക്കുന്ന ആൾ 4 നില ഇറങ്ങി വന്നിട്ട് വേണം ബാത്റൂമിൽ പോകാനായിട്ട്. അവർക്ക് റെസ്റ്റ് കൊടുക്കുന്നില്ല, കൂടുതൽ ഓവർ ടൈം ജോലി ചെയ്യിപ്പിക്കുന്നു. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളാണ് ഇവർ പറയുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫെസ്റ്റിവൽ സീസണിലാണ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ആയത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കൂടുതൽ ആളുകൾ എന്തായാലും ഷോപ്പിങ്ങിന് ഇറങ്ങും. അതുകൊണ്ട് കൂടുതൽ ഡ്രൈവർമാരെയും കൂടുതൽ സ്റ്റാഫുകളെ എടുത്തു. ഫെസ്റ്റിവൽ സീസൺ കഴിഞ്ഞപ്പോഴത്തേനും മുതലാളിക്ക് ബാധ്യതയെല്ലാം കൂടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് മുതലാളി എല്ലാത്തിനും പറഞ്ഞ് വിട്ടു എന്നാണ് പറയുന്നത്. മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവരെ ഉയർന്ന സാലറി പറഞ്ഞ് ഇങ്ങോട്ടേക്ക് എടുത്തതിന് ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ 2 ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത ദിവസം തിരുവനന്തപുരത്ത് നമ്മുടെ ഷോറൂമിലോട്ട് പോകുമോ, ഇവിടെ നിങ്ങൾക്ക് ജോലിയില്ല എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നതെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പിന്നെ കൂടുതൽ നേരം ഓവർലോഡ് വർക്ക് ചെയ്തിട്ട് പല ആൾക്കാരും തലയിറങ്ങി വീഴുകയും പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ തന്നെ ഒരുപാട് കേസുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. നമ്മളവിടെ തിരക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെ ഒത്തിരി അലിഗേഷൻസ് പറയുന്നുണ്ട്. പക്ഷേ ഈ അലിഗേഷൻസ് ഒക്കെ പറയുമ്പോഴത്തേനും ഇതിനകത്ത് അഫക്റ്റായ
കുട്ടികളാണ് പുറകിൽ നിൽക്കുന്നത്. ഒരു ചേട്ടനും ചേച്ചിയിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. അല്ലാതെ അഫക്റ്റ് ആയ കുട്ടികളാണ് പുറകിൽ നിൽക്കുന്നത്. ഈ കുട്ടികളുടെ മുഖത്തെല്ലാം ഒരുപാട് പുഞ്ചിരി ചിരി വിരിയുന്നതായിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. മേ ബി ഈ സംഭവങ്ങളൊക്കെ ഏറെക്കുറെ സത്യമായിരിക്കും. കാരണം ഒരുപാട് പേര് ഇതിനെ അനുകൂലിച്ച് കമൻറ്റ് ബോക്സുകളിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാ തുണി സ്ഥാപനങ്ങളിലും ടെക്സ്റ്റൈൽ ഷോറൂമുകളിലും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് പോകുന്നതൊക്കെ ഒത്തിരി പേര് വിവരിച്ചു ആയിരിക്കാം, എനിക്കറിയില്ല. ഞാൻ ടെക്സ്റ്റൈൽ ഷോപ്പിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല. ഇനി ഇതല്ലാതെ ഇത്തരത്തിൽ ഇവിടെയുള്ള ആളുകൾക്ക് ലീവ് അപ്ലൈ ചെയ്താലുള്ള പ്രശ്നം എന്തെന്ന് നിങ്ങൾക്കറിയുമോ? അതും കൂടെ കണ്ടു, എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. നേരെ ആശുപത്രി കൊണ്ടുപോയതാ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ലീവ് ചോദിച്ച് ലീവ് തന്നെ എനിക്കിവിടെ വന്നപ്പോൾ പിന്നെ എന്നെ തിരുവനന്തപുരത്ത് പോകണമെന്നാണ് ഇവർ പറയുന്നത്. ഇനി ഇവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇവിടുന്ന് എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയതാണ്. അതിന് ഇവർ വിളിച്ച് തിരക്കിയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അത് കണക്ക് ഞാൻ ഇവിടുന്ന് വയ്യാതെ പോയതാ. വയ്യാതെ ഒരു ദിവസം ഉച്ചയ്ക്ക് ലീവ് എടുത്ത് പോയതാ. പിറ്റേന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ലീവ് എനിക്ക് 10 ദിവസത്തെ ലീവ് വന്നു. ഞാൻ അറിയുന്ന പോലുമില്ല എനിക്ക് ലീവ് തന്നത്. ഞങ്ങൾക്ക് അറിഞ്ഞതുപോലെ ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. ഞങ്ങൾ അറിയാതെ ലീവ് 14 ദിവസം ഞങ്ങൾ ലീവ് എടുത്ത് വന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറയുന്നത് തിരുവനന്തപുരത്ത് പോവാൻ. അതെന്തൊരു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ്. ആ സംഭവം എനിക്ക് അങ്ങോട്ട് പിടികിട്ടിയില്ല. 14 ദിവസം ലീവ് എടുത്ത് വന്നപ്പോൾ തിരുവനന്തപുരത്ത് പോകാൻ പറഞ്ഞു. ഒരു ദിവസം ലീവ് എടുത്തു, നിങ്ങൾക്ക് 10 ദിവസം ലീവ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സംഭവം അങ്ങോട്ട് വ്യക്തമായില്ല, കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. എന്നിരുന്നാലും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സാരാംശം എന്ന് പറഞ്ഞാൽ ഇവർ ലീവ് എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ അത് പണിഷബിൾ ആണ്. ഇവരെ വേറെ എവിടെയെങ്കിലുമൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് അദ്ദേഹത്തിന് ഒരുപാട് ആർക്കെ വെഡിങ് മാൾ ഒരുപാട് അടുത്തുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങളൊക്കെ വന്നു. ഇത് ഭയങ്കര കൊടുമ്പിരി കൊണ്ടു. ഒരുപാട് പേര് ഇതിനെ സപ്പോർട്ട് ചെയ്ത് വന്നു, ഒരുപാട് പേര് ഇതിനെ ഒപ്പോസ് ചെയ്ത് വന്നു. അങ്ങനെ സാഹചര്യത്തിൽ ഇതിനടിയിൽ വന്നൊരു കമൻറ്റ് ഞാൻ വയ്ക്കാം കേട്ടോ. ഇതിവിടെ സ്ഥിരമാണ്. ഞാനൊരു ദിവസം അവിടെ നിൽക്കുന്ന സമയത്താണ് ലേഡീസ് സ്റ്റാഫ് കുഴഞ്ഞു വീണത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒരു വണ്ടി പോലും ഇല്ലാതെ റോഡിൽ അവരെ എടുത്തുകൊണ്ട് വന്ന് വഴിയിൽ പോകുന്ന ഓട്ടോറിക്ഷ കാത്ത് നിൽക്കുന്നു. ഞാൻ ചോദിച്ചു ഇവിടെ വേറെ വാഹന സൗകര്യമില്ലേ എന്ന്. ഇല്ല എന്നവർ പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ എത്തുന്നതിന് 1 കിലോമീറ്റർ മുമ്പ് ബ്ലോക്ക് ആയി 1-1.5 മണിക്കൂർ കഴിഞ്ഞാണ് അവിടം കടന്ന് പോകേണ്ടി വരുന്നത്. ഈ സ്ഥാപനത്തിൽ നിന്നും ഉദ്യോഗസ്ഥരും കോർപ്പറേഷനും സാമ്പത്തിക സഹായം സ്വീകരിച്ചിട്ടു. അത്രയും കോംപ്ലിക്കേറ്റഡ് സാധനമൊന്നും വേണ്ട. അതായത് ആ പുള്ളിക്കാരൻ ഇദ്ദേഹം കസ്റ്റമറായിട്ട് നിന്ന സമയത്ത് ഇതുപോലൊരു സ്ത്രീ കുഴിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഒരു പോസിറ്റീവ് കമൻ്റ് ഉണ്ട്, അത് നമുക്ക് ലാസ്റ്റ് പറയാം കേട്ടോ. അത് കഴിഞ്ഞ് അടുത്തൊരു കമൻ്റ് എന്ന് പറഞ്ഞാൽ 100% സത്യമായ ന്യൂസ് ആയിരിക്കും. ഞാൻ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ആളാണ്. അപ്പോൾ അത് ഏറെക്കുറെ ആൾക്കും ഇത്തരത്തിലുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം. അത് വെച്ചിട്ടായിരിക്കും അത് പറഞ്ഞത്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ഷോപ്പിൽ ഇത് തന്നെയാണ് അവസ്ഥ. ഇവന്മാർക്ക് അഹങ്കാരമാണ്. സ്റ്റാഫിനെ ഇരിക്കാൻ പോലും അനുവദിക്കില്ല. തിരക്കുള്ളപ്പോഴോ ഭയങ്കര സ്നേഹമാണ്. ഒരു കസ്റ്റമർ ഇറങ്ങിപ്പോയാൽ അപ്പോൾ അവൻ്റെയൊക്കെ സ്വഭാവം അറിയാൻ പറ്റും. തിരുവനന്തപുരം ഷോപ്പിലെ കുറച്ച് ഫ്ലോർ മാനേജർമാരുണ്ട്. അവന്മാരുടെ മറ്റവളുമാരെ പിടിച്ചു നിർത്തും. ബാക്കിയുള്ളവരെ പറഞ്ഞു വിടാനേ നോക്കൂ. ഞാൻ ആ ഷോപ്പിൽ വർക്ക് ചെയ്ത ആളാണ്, എനിക്കറിയാം അവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇതിനെ അനുകൂലിക്കുന്ന തരത്തിലാണ് ആ ഒരു സംഭവം വന്നിരിക്കുന്നത്. പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്ത ഒരാൾ വന്നിട്ടുണ്ട്, ഒരു മീനു മാളു. ഞാൻ ആർക്കെ വെഡ്ഡിങ് മാൾ സ്റ്റാഫാണ്. ഞങ്ങൾക്കൊന്നും ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പുതിയ ഷോപ്പാകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാവും. പിന്നെ ജോലി നമ്മൾ എവിടെ പോയാലും ചെയ്യണം, അത് കൂലി മേടിക്കാനല്ലേ. അതിന് നമ്മൾ തമ്മിൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ജോലി ചെയ്ത് ആത്മാർത്ഥതയിൽ എന്തെങ്ങാണ്ട് ഇത് മേടിക്കണം, ഒന്നും പറയാനില്ല. നല്ല ഷോപ്പാണ് ആർക്കെ വെഡ്ഡിങ് മാൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പുള്ളിക്കാരിയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോഴത്തേനും ആകെ ഒറ്റ ഫോട്ടോ കൊണ്ട് വേറൊന്നുമില്ല. ഇതൊരു ഫേക്ക് അക്കൗണ്ടാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ആദ്യം വായിച്ച കമൻറ്റിനകത്തെ ഇത് പറഞ്ഞില്ലേ വണ്ടി സൗകര്യം പ്രശ്നമാണെന്നൊക്കെ, അത് ഏറെക്കുറെ സത്യമാണ് കേട്ടോ. അവിടെ പാർക്കിംഗ് പ്രശ്നം ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ വീഡിയോ വന്നതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഈ വീഡിയോ ഇട്ട ചങ്ങാതിക്കൂട്ടൻ ടീമിൽ ഇന്നൊരു ലൈവ് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഈ ലൈവിനകത്ത് ഇവർ അവിടെ കുറച്ച് സംഭവബഹുലമായ വികാസങ്ങളൂടെ കണ്ടിട്ട് പോയോ. സ്വന്തമായിട്ട് പാർക്കിംഗ് പോലും പറയും. പാർക്കിംഗ് പറഞ്ഞ ഓഫീസ് ഉണ്ടാക്കി വെച്ചിരിക്കുക. കെട്ടിട നിർമ്മാണ ചട്ടപ്രകാരം അവര് കെട്ടിവെച്ചിരിക്കുന്നത് ഓഫീസ് കെട്ടിവെച്ചിരിക്കുകയാണ്. സെല്ലാറിന്റെ അടിയിൽ പാർക്കിംഗ് എന്ന് പറഞ്ഞ അവർ കെട്ടിട നിർമ്മാണ ചട്ടത്തെ ലംഘിച്ചുകൊണ്ട് അവർ പാർക്കിങ്ങിനകത്ത് ഓഫീസ് കെട്ടിവെച്ചിരിക്കുകയാണ്. അങ്ങനെ പല നിയമനിർമ്മാണങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്ന കെട്ടിടം അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ മനഃപൂർവ്വമായിട്ട് വ്യാജമായിട്ട് ബ്ലോക്ക് സൃഷ്ടിച്ചാണ് ഇവിടെ ആൾക്കാരുണ്ടെന്ന് അറിയിക്കുന്നത്. ഇവിടെ സ്വന്തമായിട്ട് പാർക്കിംഗ് ഉണ്ടോ? ഇവിടെ എത്ര വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ പറ്റുമോ നോക്ക്.
ഇതിന്റെ അടിയിലോട്ട് പാർക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഓഫീസ് കണ്ടിരിക്കുകയാണ്. അവിടെ ഒരു തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ടില്ല. പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഇമാരത്ത് മാപ്പ് പറയാൻ തയ്യാറാണ്. കൊല്ലത്തുള്ള മനുഷ്യന്മാരെല്ലാരും ഇവിടെ എത്തിച്ചേരണം. കാരണം ഇവിടെ ലേബർ ഓഫീസ് ഇവര് കാണിക്കുന്ന ക്രൂരതകളെ ചോദ്യം ചെയ്യാൻ വേണ്ടി ലേബർ ഓഫീസിൽ വന്നപ്പോ പെൺകുട്ടികളോട് പോണ്ട് അവന്മാർക്ക് സമയത്തില്ല. ക്യാമറകൾ എങ്ങനെ ഗുണ്ടകളാവാനാണ് ഇവന്മാർ കാണിച്ച തെമ്മാടത്തിനെ ചൂണ്ടിക്കാണിച്ച പ്രശ്നം, ഇവന്മാർ കാണിച്ച തുറന്നു പറഞ്ഞ ഈ പെണ്ണുകളുടെ പ്രശ്നം. പിന്നെ എന്ത് പ്രശ്നമാണ്? നീ എന്താടാ നീ പോടാ കയറി പോടാ നീ ഉണ്ടാക്കും നീയൊക്കെ ഉണ്ടാക്കും. ഈ പന്ന തെണ്ടികളുടെ മുന്നിൽ നിൽക്കുകയാണ്, ഈ ഫ്ലോഡുകളുടെ മുന്നിൽ നിൽക്കുകയാണ്. നീ കണ്ടോ? പോടാ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലൈവിൽ നടന്ന സംഭവബഹുലമായ വികാസങ്ങൾ. ഇതിനകത്ത് ഈ പാർക്കിങ്ങിൻ്റെ സീൻ പറഞ്ഞ് ശരിയാണെന്ന് തോന്നുന്നു കേട്ടോ. ട്രാഫിക് ഇവർ മാനിപ്പുലേറ്റ് ചെയ്തുണ്ടാക്കുക എന്നുള്ളത് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ ഒരു തിരക്ക് ഫീൽ ചെയ്യും, പക്ഷെ അവിടെ വാഹനങ്ങളൊന്നും അങ്ങനെ അധികം കാണാറുമില്ല. എന്താ സെറ്റപ്പ് എന്ന് അറിയത്തില്ല. പിന്നെ ഈ പറഞ്ഞതിനകത്തൊക്കെ യാഥാർത്ഥ്യം കാണൂടെ. ബേസിക്കലി ഒരു മുതലാളി അയാൾക്ക് കച്ചവടം കൂടുതലുണ്ടാകുന്ന സമയത്ത് കൂടുതൽ ആളുകളെ ഹയർ ചെയ്തെടുക്കും. എന്നിട്ട് കച്ചവടം കുറയുന്ന സമയത്ത് അയാൾക്ക് ഈ നഷ്ടം സഹിച്ച് സ്റ്റാഫിനെല്ലാം നിർത്താൻ പറ്റത്തില്ല. അയാളെല്ലാത്തിനെയും തട്ടി പറഞ്ഞങ്ങ് വിടും. ഇതായിരിക്കണം ഇവിടെ സംഭവിച്ചത്. ശരിയായ യാഥാർത്ഥ്യം നമുക്കറിയില്ല. ഇത് ഈ ക്യാമറയുടെ മുമ്പിൽ നിന്ന് തന്നെ ലൈവ് എടുക്കുന്നതിനോട് അവർ ചൂടാവുന്നുണ്ടോ? അപ്പോൾ അതവിടുത്തെ ഒരു സ്റ്റാഫ് ആണെങ്കിൽ ആ സ്റ്റാഫ് സ്വാഭാവികമായിട്ടും ആൾക്കാരോട് ചൂടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് ഈ കമ്പനിയുടെ RK വെഡ്ഡിംഗ് മാളിൻ്റെ ഒരു ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെയുള്ള ചില ഉദ്യോഗസ്ഥരുടെ പ്രശ്നമായിരിക്കും, ചിലപ്പോൾ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ പ്രശ്നവും കാണും. ഏതായാലും എല്ലായിടത്തും കാണുമല്ലോ ഇതുപോലത്തെ കുറേ തെണ്ടി മേലുദ്യോഗസ്ഥർ. നോമിനും ഉണ്ടായിട്ടുണ്ട്. ഇനി ഇത്രയും പ്രശ്നം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ റെസ്പോണ്ട് ചെയ്യേണ്ട അധികാരപ്പെട്ട ആൾ എന്തൊരു ചെയ്യണം നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, പക്ഷേ സൗണ്ട് കട്ടായിരിക്കും. കോപ്പിറൈറ്റ് കണ്ടിട്ട് വാ. RK മാളിനെ ആ പുള്ളിയെ ഫോളോ ചെയ്തിട്ട് 5 പേരെ മെൻഷൻ ചെയ്തിട്ട് ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് BMW കൊടുക്കും എന്നും പറഞ്ഞിട്ട് RK മാളിൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ കൂട്ടാൻ നടക്കുകയാണ് ഇതിൻ്റെ മഹത്തരമായ തലപ്പത്തിരിക്കുന്ന വ്യക്തികൾ. ഈ BMW കൊടുക്കുന്ന കാശ് മതിയിൽ എൻ്റെ പൊന്നെണ്ണ അവർക്ക് കുറച്ച് ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കാൻ. സ്റ്റെപ്പ് മറ്റേ ഈ തുണി വെക്കാനായിട്ട് സ്റ്റെപ്പ് പോലും ഇല്ലാതെ മണ്ടക്കി എറിഞ്ഞിട്ട് തുണി ഇട്ട് കൊടുക്കുന്നത് എന്തൊക്കെയാണോ ഇതൊക്കെ. ഇനി ഇതിനകത്ത് യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ചില ഉദ്യോഗസ്ഥരുടെ അടുത്ത് പ്രശ്നം കാണും ഇവിടെ. ഇതിൻ്റെ തലപ്പത്തൊക്കെ അറിഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് സോൾവ് ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ നാട്ടിൽ വന്നൊരു സംരംഭം പൂട്ടി പോകുന്നതിനോട് നമ്മൾ തീർച്ചയായിട്ടും താല്പര്യപ്പെടുന്ന. പിന്നെ എന്ത് തേങ്ങ വന്നാലും കൊല്ലത്തിൻ്റെ നെഞ്ചത്തോട്ട് വന്ന് കയറുമെന്നുള്ളൊരു പരാതി മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും ഈ പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തീരട്ടെ. ആ സ്റ്റാഫുകൾക്കെല്ലാം നീതി ലഭിക്കട്ടെ. മറ്റേ അടൂര്യ സ്ഥാപനം പോലെ ആകാതിരിക്കട്ടെ. അവരുടെ പണക്കരുത്തും കൈക്കരുത്തും പാവങ്ങളുടെ മേൽ വരാതിരിക്കട്ടെ. എന്നാലും ഇതിൻ്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല. ഇതൊരു യാഥാർത്ഥ്യം വരുമ്പോഴത്തേനും നമ്മൾ ഷോർട്സിൽ എന്തായാലും അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ സഭ്യമായ ഭാഷയിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.